പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഓസോൺ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ. മാനം തെളിഞ്ഞാൽ. ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം പ്രകൃതിയുമായി വളരെയേറെ ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത്. അവർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാസസ്ഥലങ്ങൾ എന്നും ആരോഗ്യപരമായി നിലനിർത്താൻ അവർ ആഗ്രഹിച്ചു. ഒരു ദിവസം വാന നിരീക്ഷണം നടത്തിയ ശേഷം ഔളി മൂങ്ങ പറഞ്ഞു, നമ്മുടെ വനത്തിൻ്റെ പച്ചപ്പ് ഓസോൺ പാളി ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു. തുടർന്നും നമ്മൾ അതിനെ പരിപാലിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് നമ്മെ സംരക്ഷിക്കും. വന മലിനീകരണത്തിനെതിരെ അവർ പ്രവർത്തിച്ചു. കാട്ടുതീ തടയുന്നതിനും വരൾച്ച ഉണ്ടാവാതിരിക്കാനും ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും മൃഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവർ തങ്ങളുടെ വനത്തെ പരിപാലിക്കുമ്പോൾ വായു ശുദ്ധവും ആകാശം തെളിഞ്ഞതും ഓസോൺ പാളി ശക്തവുമാണെന്ന് അവർ മനസ്സിലാക്കി. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മൃഗങ്ങൾ അഭിമാനം തോന്നി. ഒരു ദിവസം നോനു മുയൽക്കുട്ടി ചോദിച്ചു, നമ്മുടെ വനം ഓസോൺ പാളിയെ നിലനിർത്താൻ എങ്ങനെ സഹായിക്കുന്നു? ഔളി മറുപടി പറഞ്ഞു, നമ്മുടെ മരങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ ജോലിയാണ്. പക്ഷേ നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാൻ വനത്തെ സഹായിക്കാൻ കഴിയും. മൃഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവരുടെ വീടും ഓസോൺ പാളിയും സംരക്ഷിച്ചു. ചെറിയ പ്രവൃത്തികൾ പോലും ഭൂമിയെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് അവർ കാണിച്ചു തന്നു. വനത്തിൻ്റെ അന്തരീക്ഷം തെളിഞ്ഞപ്പോൾ അവരുടെ മനസ്സും തെളിഞ്ഞു.